ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അരി കുതിർത്തും അരക്കുകയൊന്നും ചെയ്യാതെ എളുപ്പത്തിൽ പുട്ടുപൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്പ്പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുട്ടുപൊടി ഉണ്ടെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാത്ത രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്പ്പത്തലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഈ നെയ്പ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പ് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളം 1.5 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പുട്ടുപൊടിയിൽ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കണം. ആ സമയം കൊണ്ട് പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുതിർന്ന് വന്നോളും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 1/2 കപ്പ് ചിരുവ തേങ്ങ എടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്തിട്ടുള്ളത്, വലിയ ജീരകം. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഈ സമയം കൊണ്ട് പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ കൂട്ടുകൂടി ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഉരുളയാക്കാൻ പറ്റുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ട് നമുക്കിതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് ഞാനിതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഞാനിതുപോലെ വെച്ചിട്ട് ഒരു പ്ലേറ്റോ മറ്റോ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നമുക്ക് കറക്റ്റ് വട്ടത്തിൽ തന്നെ കിട്ടും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കനം കുറച്ച് ചെയ്യരുത്. ഈ ഒരു തിക്നെസ്സിൽ വേണം ചെയ്യാൻ, എന്നാലേ നമുക്ക് നല്ല രീതിയിൽ പൊങ്ങി കിട്ടുള്ളൂ. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള പത്തിരികളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഓരോ പത്തിരിയായിട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം പത്തിരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് തന്നെ ഇതുപോലെ പൊങ്ങി വരും. കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വീർത്ത് വരും. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാവാൻ വേണ്ടി ശ്രദ്ധിക്കണം, എന്നാലേ നമുക്ക് ഇതുപോലെ പൊങ്ങി വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കുകയും ചെയ്യും, ഇതുപോലെ നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടില്ല. 1-2 തവണ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ നല്ല ഗോൾഡൻ നിറമായാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പത്തിരികളെല്ലാം നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്പ്പത്തിലാണ്. പുട്ടുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അരി അരക്കേണ്ടിയും കുതിർത്തേണ്ടിയും ഒന്നും പണിയില്ല. പിന്നെ ഇതുപോലെ പൊങ്ങി വന്നാലും കുറേ സമയം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇതുപോലെ വീർത്ത് തന്നെ ഇരിക്കും. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വൈകുന്നേരമൊക്കെ ഒരു ചൂട് കട്ടൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇറച്ചിക്കറി, ബീഫ് കറി, ചിക്കൻ കറി ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ പുട്ടുപൊടി വെച്ചിട്ട് നെയ്പ്പത്തിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.